ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 സവാള നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മീഡിയം വലുപ്പത്തിൽ വരുന്ന 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 കുടം വെളുത്തുള്ളിയും ഒരു 10-15 ചെറിയുള്ളി, ഒരു 7 പച്ചമുളക്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചതച്ചെടുത്തിട്ടുള്ള മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം മസാലയെല്ലാം നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചതച്ച മുളക്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം. അതിനായിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. തക്കാളി ഇവിടെ നല്ലതുപോലെ തന്നെ വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് ചെറിയ തീയിൽ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും മസാലയെല്ലാം ബീഫിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ബീഫ് കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.